ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പഞ്ഞിമിഠായി ആണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പഞ്ഞിമിഠായി തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ പഞ്ഞിമിഠായിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് മൈദയും അരമുറി നാരങ്ങ പിന്നെ 6 kg നെയ്യ്. ഇത്രയും സാധനം മതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മൈദ ഒന്ന് വറുത്ത് മാറ്റി വെക്കണം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി മൈദയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. പച്ചമണം മാറിയാൽ മതി, കളർ മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കാം മൈദ. അപ്പോൾ മൈദ പാകത്തിന് മൂപ്പായി കഴിഞ്ഞാൽ നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് എന്നിട്ട് പഞ്ചസാര കാരമൽ ചെയ്യാം. അപ്പോൾ മൈദ ഇവിടെ പാകത്തിന് മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി അതേ പാത്രത്തിൽ തന്നെ പഞ്ചസാര നമുക്ക് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാര കാരമൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാരയിലോട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീരും 2-3 ടീസ്പൂൺ വെള്ളവും ചേർത്ത് നമ്മൾ കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ പഞ്ചസാര കാരമലായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമുക്കത് ചൂടോടുകൂടി തന്നെ എണ്ണ തടവി വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ എണ്ണ തടവിയിട്ട് ഒഴിച്ചാലും മതി. പക്ഷേ ഏറ്റവും ബെറ്റർ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിക്കുന്നതായിരിക്കും. നമുക്കിത് കുഴച്ചെടുക്കാൻ നല്ല എളുപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് പതിയെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കൈ വെച്ചിപ്പോൾ ഇത് കുഴയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ചട്ടകം വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ചൂടാറുമ്പോഴേക്കും നമുക്കിത് കുഴച്ച് കിട്ടും. അപ്പോൾ ഞാൻ ഇതിൽ വെച്ച് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടായ കാരണം ഇത് ചൂടാറിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പത്തവയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒഴിക്കുകയാണെങ്കിൽ ഒട്ടും അടി പിടിക്കാതെ നമുക്ക് വേസ്റ്റായി പോകാതെ കിട്ടിയാണ്. അപ്പോൾ ഞാനിതൊരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പത്തവയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് ഒരുപാട് ചൂടാറി പോകുന്നതിന് മുന്നേ തന്നെ നമുക്കത് കൈ വെച്ച് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിത് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു വളയം മാതിരി ആക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് പതിയെ ഒന്ന് നീട്ടി കൊടുത്തതിന് ശേഷം ഒരു റൗണ്ട് പോലെ ഇവിടെ നമുക്കിങ്ങനെ ഒട്ടിച്ച് 2 സൈഡും ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു വളയം പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള മൈദാപ്പൊടി അതിൻ്റെ മുകളിൽ തൂവിയിട്ട് നമ്മളിത് പതിയെ വലിച്ച് നീട്ടി കൊടുക്കണം. വലിച്ച് നമ്മൾ നീട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വളയം ഒരു കാരണവശാലും വിട്ടുപോകരുത്. വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വലിച്ച് നീട്ടിയെടുക്കാൻ പറ്റില്ല. കുറച്ച് നീണ്ടു വന്നതിന് ശേഷം നമ്മളിത് 8 പോലെ 2 മടക്കി വീണ്ടും ഇതേപോലെ വലിച്ചു കൊടുക്കുക. പതിയെ വേണം വലിച്ചു കൊടുക്കാനായിട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദയും അതിൻ്റെ എല്ലായിടത്തും ആക്കി കൊടുക്കണം. ഇതേ രീതിയിൽ നമ്മൾ കുറേ പ്രാവശ്യം വലിച്ച് നീട്ടിയെടുക്കണം. മിനിമം ഒരു 10-15 തവണയെങ്കിലും ഇങ്ങനെ വലിച്ച് നീട്ടിയെടുക്കണം. അധികം ചൂടാറുന്നതിന് മുന്നേ തന്നെ നമ്മളിത് ചെയ്യും വേണം. അതോടൊപ്പം തന്നെ കുറേശ്ശെ മൈദയും ഇട്ട് കൊടുക്കാം. ഇനി ഞാനിത് കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക് വീണ്ടും മാറ്റിയിട്ടുണ്ട്. എങ്കിലാണ് നമുക്ക് നല്ല നീളത്തിന് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. വളയം പൊട്ടിപ്പോവാതെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ വലിച്ച് നീട്ടി കുറേ തവണ ചെയ്യുക കേട്ടോ. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും നമ്മൾ വലിക്കും തോറും നല്ല സോഫ്റ്റായിട്ട് വായിലിട്ട് അലന്ന് പോകുന്ന ആ ഒരു രീതിയിൽ നമുക്കിത് കിട്ടും. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ പതിയെ വലിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ പതിയെയാണ് വലിച്ചെടുക്കുന്നത്. പിന്നെ അവസാനമാകുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും വലിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് പഞ്ഞിമിഠായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു.